നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ എപ്പിസോഡ് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കേൾക്കുന്ന വിദ്യാർത്ഥികൾ വേണ്ട സഹകരണവും ഷെയറും സപ്പോർട്ടും ചെയ്താൽ മാത്രമാണ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മാസത്തിനുള്ളിലാണ് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയത്. അതായത് നവംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഈ ഒരു മാസത്തിനുള്ളിൽ 3 ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തു. ഇതിൽ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടിനായി വെയിറ്റിംഗ് ആണ്. പരീക്ഷ കഴിയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ലേഖടി ഇല്ലാതെ പരീക്ഷകൾ തീർന്നു പോകുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഫർദറായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുവഴി ജോലി സാധ്യത കുറഞ്ഞു പോയി, ഫർദർ സ്റ്റഡീസിന് പോകാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ മുഖ്യമായ കാര്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നടത്തിയിട്ടുള്ള 3 സെമസ്റ്റർ പരീക്ഷകളും അടുപ്പിച്ചിട്ടാണ് പരീക്ഷകൾ നടന്നിട്ടുള്ളത്. 1, 3, 5 ഓഡ് സെമസ്റ്റർ പരീക്ഷകളുടെ എക്സാം സ്കെഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇടതടവില്ലാതെയാണ് ഓരോ പരീക്ഷകളും ഓരോ സെമസ്റ്ററിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ 3ലധികം തവണ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ടായിരിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള എക്സാമിനേഷൻ വളരെയധികം സ്ട്രെസ്ഫുള്ളാണ്, സ്ട്രെയിൻഫുള്ളാണ്. ഈ കാര്യം മനസ്സിലാകുന്നത് എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോഴാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ 1ാം സെമസ്റ്റർ റിസൾട്ട് വരും, 5ാം സെമസ്റ്റർ റിസൾട്ട് വരും, ജനുവരി മാസം അവസാനത്തോടു കൂടി 3ാം സെമസ്റ്റർ റിസൾട്ടും വരും. എന്നാൽ ഈ റിസൾട്ടുകളിലെല്ലാം പ്രതിഫലിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ റിസൾട്ടിനെ എത്രത്തോളം ഈ അടുപ്പിച്ചുള്ള പരീക്ഷകൾ ബാധിച്ചു എന്നാണ്. റിസൾട്ട് അനുകൂലമായാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. എന്നാൽ പ്രതികൂലമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുപ്പിച്ചുള്ള എക്സാമിനേഷൻ ഉള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ എങ്ങനെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അയവിറക്കി ആൻസർ ഷീറ്റിൽ എഴുതാൻ പറ്റി എന്നുള്ള കാര്യത്തിലാണ് വലിയൊരു തലവേദന. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും പരീക്ഷകൾക്ക് പഠിക്കുന്നത് തലേ ദിവസമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് പോലെ എടുക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനും ജയിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കോൺസിക്വൻസസ്, പെട്ടെന്നുള്ള പരീക്ഷകൾ വരുന്നു, അത് അടുപ്പിച്ച് വരുന്നു, അവിടെ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ ഫുള്ളും നടന്നത് ഈ കഴിഞ്ഞ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകളിലാണ്. റിസൾട്ട് വരുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്തു എന്ന്. അടുപ്പിച്ചുള്ള സെമസ്റ്റർ പരീക്ഷകളും ഓരോ സെമസ്റ്ററിലും അടുപ്പിച്ചുള്ള പരീക്ഷകളും വിദ്യാർത്ഥികളെ വളരെയധികം സാരമായി ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എക്സാമിനേഷൻ ഫീസ് പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. അത് സപ്ലിമെൻ്ററി ആണെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും റെഗുലർ ആണെങ്കിലും അടുപ്പിച്ചുള്ള എക്സാം വരികയാണെങ്കിൽ തോൽവിയുടെ സാധ്യത വളരെ കൂടുതലാവും. അങ്ങനെയാവുമ്പോൾ സപ്ലിമെൻ്ററി എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം, റീവാലുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാവുമ്പോൾ സർവകലാശാലയ്ക്ക് അത് ഉപകാരമാണ്, എന്നാൽ വിദ്യാർത്ഥികൾക്ക് അത് ഉപകാരപ്രദമല്ല. കൂടാതെ ഈ വട്ടം കുറേയധികം അനുഭവിച്ച വിദ്യാർത്ഥികളാണ് കൂടുതൽ. 5ാം സെമസ്റ്റർ പരീക്ഷകൾ എഴുതുമ്പോൾ 3ാം സെമസ്റ്റർ പരീക്ഷകൾ നോട്ടിഫിക്കേഷൻ, 5ാം സെമസ്റ്റർ കഴിയുന്ന ഉടനെ തന്നെ 3ാം സെമസ്റ്റർ പരീക്ഷകൾ വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള തലവേദനകൾ വിദ്യാർത്ഥി സമൂഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരിക്കലും 1, 3, 5 ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ അടുപ്പിച്ച് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട്, ചില ഇൻറ്റേർണൽ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ അടുപ്പിച്ച് വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് അനുഭവിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്. അതുവഴി ഉണ്ടാകുന്ന മാനസിക പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ വീഡിയോ കേൾക്കുന്ന അധികാര സമൂഹവും വിദ്യാർത്ഥികളും അധ്യാപകരും മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പരീക്ഷകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അടുപ്പിച്ചുള്ള പരീക്ഷകൾ മാറ്റി പിള്ളേർക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കാത്ത സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടാവട്ടെ. ഇതിനുവേണ്ടി നമുക്ക് പൊരുതാം, മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.